കാസർഗോഡ് ജില്ലയിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു റിയാസ് മൗലവി വധക്കേസ്. 2017 നടന്ന ദാരുണമായ കൊലപാതകത്തിൽ കേരളം വിധിക്കായി കാത്തിരുന്നത് 7 വർഷമാണ്. ഒടുവിൽ കോടതിയിൽ നിന്നും നിരാശപ്പെടുത്തുന്ന വിധിയാണ് പുറത്തുവന്നത്. കൃത്യമായ തെളിവുകളും സാക്ഷിമൊഴികളും എല്ലാം ഉണ്ടായിട്ടും 3 പ്രതികളെയും വെറുതെ വിട്ടു. കേളുകുടെ സ്വദേശികളായ അജേഷ്, നിതിൻ കുമാർ, അഖിലേഷ് എന്നിവർ കുറ്റക്കാരല്ലെന്ന് വിധിച്ച കോടതി അന്വേഷണ സംഘത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. വിധി നിരാശാജനകമെന്ന് റിയാസ് മൗലവിയുടെ കുടുംബവും വിധിക്കെതിരെ അപ്പീൽ ഫയൽ ചെയ്യുമെന്ന് പ്രോസിക്യൂഷനും പ്രതികരിച്ചു. റിയാസ് മൗലവി വധക്കേസിൽ 3 പ്രതികളെയും കോടതി വെറുതെ വിട്ടു. കാസർഗോഡ് കേളുകുട്ട സ്വദേശികളായ അജേഷ്, നിതിൻ, കേളുകുട്ട ഗംഗൈ നഗറിലെ അഖിലേഷ് എന്നിവരെയാണ് വെറുതെ വിട്ടത്. കാസർഗോഡ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി കെ ബാലകൃഷ്ണനാണ് കേസിൽ വിധി പ്രസ്താവിച്ചത്. വിധി പറയുന്നത് 3 തവണ മാറ്റിവെച്ച ശേഷമാണ് 7 വർഷങ്ങൾക്കിപ്പുറം കോടതിയുടെ വിധിയുണ്ടായത്. കോടതിയിൽ പ്രതീക്ഷയുണ്ടായിരുന്നെന്നും എന്നാൽ നീതി ലഭിച്ചില്ലെന്നും വിധി കേട്ടതിന് പിന്നാലെ റിയാസ് മൗലവിയുടെ ഭാര്യ സൈദ പ്രതികരിച്ചു. ഭയങ്കര പ്രതീക്ഷ ഉണ്ടായി കോടതിയുടെ മേലെ, പറയാൻ കിട്ടുന്നില്ല. എന്തോ കോടതിയുടെ കണ്ടെത്തൽ ദൗർഭാഗ്യകരമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ടി ഷാജിദ് പ്രതികരിച്ചു. DNA തെളിവിന് പോലും വില കൽപ്പിച്ചില്ല. അന്വേഷണ ഉദ്യോഗസ്ഥരെ നിരാശരാക്കുന്ന വിധിയെന്നും അപ്പീൽ പോകുമെന്നും അഡ്വക്കേറ്റ് ഷാജിദ് പറഞ്ഞു. ടവർ ലൊക്കേഷൻ ഉണ്ട്, സയന്റിഫിക് എവിഡൻസ് ഉണ്ട്, എല്ലാ തെളിവുകളുമുള്ള 1 മുതൽ 3 വരെ പ്രതികൾക്ക് ഏകദേശം 100ഓളം സാഹചര്യ തെളിവുകൾ കോടതിയുടെ മുമ്പിൽ നിരത്തി കൊടുത്ത കേസാണ്. അപ്പോൾ അതിൽ കോടതിയുടെ കണ്ടെത്തലുകൾ തികച്ചും ദൗർഭാഗ്യകരമെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 25 വർഷമായി ഇത്ര കൂടുതൽ തെളിവുകളുള്ള ഒരു കേസ് വെറുതെ വിടുക എന്ന് പറയുന്നത് ഭയങ്കര അതിന്റെ ഇമ്പാക്റ്റും ജനങ്ങൾക്ക് നൽകുന്ന മെസ്സേജും വളരെ മോശമാണ്. വിധി വേദനാജനകമെന്ന് റിയാസ് മൗലവി കേസിനായി മുന്നോട്ട് പ്രവർത്തിച്ച ആക്ഷൻ കമ്മിറ്റി പ്രതികരിച്ചു. പോലീസ് അന്വേഷണം തൃപ്തികരമെന്നും അപ്പീൽ പോകുന്നതിൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും ആക്ഷൻ കമ്മിറ്റി. അതേസമയം ഈ 3 പേരും കുറ്റവാളികളല്ലെന്നും ഇവരെ കേസിൽ മനഃപൂർവ്വം പെടുത്തുകയായിരുന്നുവെന്നും നീതിപൂർവമായാണ് കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നതെന്നും പ്രതിഭാഗം അഡ്വക്കേറ്റ് ടി സുനിൽകുമാർ പ്രതികരിച്ചു. കഴിഞ്ഞ 7 വർഷമായിട്ട് ജീവിതത്തിന്റെ ഏറ്റവും നല്ല ഭാഗം അനുഭവിച്ചു തീർക്കേണ്ട 3 ചെറുപ്പക്കാർ ഈ കേസുമായി ജയിലിലാണ്. പരോള് പോലും കിട്ടാതെ ഹൈക്കോടതിയിൽ പോയിട്ട് ഇന്റർം ബെയിൽ പോലും കിട്ടാതെ 7 വർഷമായിട്ട് ജയിലിൽ കിടന്ന 3 ചെറുപ്പക്കാർക്ക് നീതി ലഭ്യമായിരിക്കുന്നു എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് എനിക്ക് പറയാനുള്ളത്. 2017 മാർച്ച് 20 രാത്രിയിലാണ് റിയാസ് മൗലവിയെ മസ്ജിദിലെ താമസ സ്ഥലത്ത് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. സംഭവം നടന്ന് 3 ദിവസത്തിനകം അന്വേഷണ സംഘം പ്രതികളെ പിടികൂടിയിരുന്നു. ഇതുവരെ ജാമ്യം ലഭിക്കാത്തതിനാൽ പ്രതികൾ അറസ്റ്റിലായത് മുതൽ 7 വർഷക്കാലമായി ജയിലിൽ തന്നെ കഴിയുകയായിരുന്നു. കേസിൽ ഇതുവരെ 7 ജഡ്ജിമാരെയാണ് പരിഗണിച്ചത്. DNA പരിശോധനാ ഫലമടക്കം 50ലേറെ രേഖകളാണ് പോലീസ് കോടതിയിൽ ഹാജരാക്കിയത്. 97 സാക്ഷികളെ വിസ്തരിച്ചു. 215 രേഖകളും 45 തൊണ്ടിമുതലുകളും കോടതിയിൽ സമർപ്പിച്ചു. വിധി പ്രസ്താവനയോടനുബന്ധിച്ച് കോടതിയിലും പരിസര പ്രദേശങ്ങളിലും അതീവ സുരക്ഷയാണ് ഏർപ്പെടുത്തിയത്. ജില്ലാ പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരുന്നു സുരക്ഷാ ക്രമീകരണം. ന്യൂസ് 18 കാസർഗോഡ്.